നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പഠന വൈകല്യ നിർണയ ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി PS ഗോപിനാഥൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പഠന വൈകല്യ നിർണയ ക്യാമ്പിന് തുടക്കമായി. മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി PS ഗോപിനാഥൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചില മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കണ്ണു തുറന്നിട്ടുണ്ടാകില്ല. പക്ഷികളും അതുപോലെയാണ്. ഓടിയടക്കുന്ന കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിയുന്നതും കണ്ണില്ലാത്തതും തൂലില്ലാത്തതുമായ കുഞ്ഞുങ്ങൾ മുട്ടയിൽ വിരിയുന്ന വിവിധ തരത്തിലുള്ള പ്രകൃതിയിലുള്ളതാണ്. മനുഷ്യത്തിൻ്റെ എല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു ജീവിയായിട്ടാണ് കാണുന്നത്. ബാല്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ വളരുവാൻ സാധിക്കുകയുള്ളൂ. വളർന്നു വന്നാൽ സഹോദരി സഹോദരന്മാരും അയൽക്കാരും നാട്ടുകാരും എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് മനുഷ്യൻ വളർന്നു വരുന്നത്. വിദ്യ ലഭിക്കുന്നതിന് വേണ്ടി അധ്യാപകരുടെ സഹകരണമുണ്ട്. കൂട്ടുകാരിൽ നിന്ന് വിദ്യ കുറച്ചെല്ലാം കരസ്ഥമാക്കുന്നുണ്ട്. കുറച്ചെല്ലാം പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ പൂർണ്ണനാകുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ചില വൈകല്യങ്ങളുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളത് വൈകല്യങ്ങളില്ലാത്തവരുടെ ഒരു ചുമതലയാണ്. നാമിന്റെ കീഴിലുള്ള നാം ഏർലി ഇന്റർവെൻഷൻ സെന്ററാണ് വെളിച്ചം എന്ന പേരിൽ പഠന വൈകല്യ നിർണയ ക്യാമ്പ് നടത്തുന്നത്. സംഘടനയുടെ അംഗങ്ങളായ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ, സ്പെഷ്യൽ അഡ്വക്കേറ്റ്സ്, തെറാപ്പിസ്റ്റുകൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും. കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ ശരിയായി വായിക്കാനും അപഗ്രഥിക്കാനും സാധിക്കാതെ വരിക, എഴുതുമ്പോൾ അക്ഷരങ്ങൾ തിരിഞ്ഞു പോവുക, ഗണിതത്തിലെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഇവയാണ് പഠന വൈകല്യത്തിന്റെ സൂചനകൾ. കുട്ടികളുടെ പ്രശ്നങ്ങൾ വ്യക്തമായി പഠിച്ച് മുന്നോട്ടുള്ള പഠന പരിശീലന പദ്ധതികൾ രൂപീകരിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പിലൂടെ നൽകും. മൂവാറ്റുപുഴ MCH ആശുപത്രിയുമായി സഹകരിച്ചാണ് NEICയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ ആശുപത്രികളിലായി ദിവസങ്ങളോളം എടുത്തു ചെയ്യേണ്ടതായ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ക്യാമ്പ് ലക്ഷ്യമിട്ടത്. NEICയുടെ ലോഗോ പ്രകാശനം ചടങ്ങിൽ മാത്യു കുൽനാടൻ MLA നിർവഹിച്ചു. നാം പ്രസിഡന്റ് OV അനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അഗസ്റ്റിൻ, NEIC ചെയർപേഴ്സൺ സാറ നന്ദന മാത്യു, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം, രാജേഷ് മാത്യു, മഹേഷ് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ. ഡിസ്കൗണ്ട് സെയിൽ വെറും 10 ദിവസത്തേക്ക് മാത്രം. വേഗമാകട്ടെ. ഏപ്രിൽ 18 മുതൽ 28 വരെ അറ്റ്ലസിന്റെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ്സ് പ്രോഡക്റ്റുകൾക്കും 30% ഡിസ്കൗണ്ട് സെയിൽ. ആദ്യമാദ്യമെത്തി ഈ സുവർണാവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.